ഹലോ മക്കളെ, വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റാണ് പഠിക്കുന്നത് കേട്ടോ. എന്താ യൂണിറ്റിൻ്റെ പേര് നോക്കൂ, ദ വാംത്ത് ഓഫ് ലവ്. ഓക്കെ, എന്താ വാംത്ത് എന്ന് പറഞ്ഞാൽ ഊഷ്മളത കേട്ടോ, സ്നേഹത്തിനെ കുറിച്ചുള്ള ഒരു പാഠമാണിത്. ഓക്കെ, അതിനകത്തുള്ള ആ യൂണിറ്റുള്ള ദ വാംത്ത് ഓഫ് ലവ് എന്നുള്ള യൂണിറ്റിലുള്ള ചെറിയൊരു സ്റ്റോറി, ദ കിസ്സിങ് ഹാൻഡാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പേജിൽ നോക്കൂ, ചിത്രം കണ്ടോ? കുറച്ച് അച്ഛനും അമ്മയും കുട്ടിയൊക്കെ ഇരിക്കുന്നൊരു ചിത്രമുണ്ട് അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ നോക്കണേ എല്ലാവരും. ഓക്കെ, അതിൻ്റെ അടിയിൽ നോക്കൂ, റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ഒരു ലൈന് കാണാലോ, എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താ പറയുന്നത്? എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി അല്ലേ? ഭൂമിയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും കറക്റ്റായിട്ടുള്ള പ്ലേസ് എന്നാണ് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത്. ആരാ റോബർട്ട് ഫ്രോസ്റ്റ് മക്കളെ? റോബർട്ട് ഫ്രോസ്റ്റ് ഒരു ഫേമസ് എഴുത്തുകാരൻ, കവിയാണ് കേട്ടോ, പോയറ്റാണ്. ഓക്കെ, ഒരുപാട് പ്രകൃതിയെക്കുറിച്ചും ലവിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു പോയറ്റാണ് റോബർട്ട് ഫ്രോസ്റ്റ്. ഓക്കെ, ശരി, നമുക്കപ്പോൾ സ്റ്റോറിയിലേക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നോക്കൂ, ദ ഡോവേ എന്ന് കണ്ടോ, ദ ഡോവേ അല്ലേ? എന്താണ് അതിൽ ആദ്യം 2 ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലേ? ഒന്നാമത്തെ ചിത്രത്തിൽ നോക്കിയേ ഒരു അമ്മയും മോനും ഉണ്ട്, രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു അമ്മയും മോനും. ഒന്നാമത്തെ ചിത്രത്തിലെ മോനെ നോക്കിയേ, നല്ല ഹാപ്പി ആയിട്ടൊരു മോനല്ലേ, അമ്മയോട് എന്തോ ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ് അമ്മേൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ വാങ്ങി അല്ലെ, അനുഗ്രഹമൊക്കെ വാങ്ങി സ്കൂളിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന മോനാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? മടിയനായിട്ടുള്ള ഒരു മോനല്ലേ, കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാ, എന്തോ പേടിയോ എന്തോ കാരണം കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മോനെയാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടാൾ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കലാണ്. ഓക്കെ, ഇനി വായിക്കോ, താഴെ നോക്കാമല്ലോ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് എബോവ്. 2 boys are getting ready for school. Okay, what is the first boy doing? എന്താണ് ആദ്യത്തെ കുട്ടി ചെയ്യുന്നത്? The first boy is saying bye bye അല്ലെങ്കിൽ അമ്മയോട് bye പറയോ എന്തെങ്കിലും ആയിരിക്കും അല്ലേ, നമുക്കറിയില്ല. Is he happy? ഹാപ്പി ആണോ? യെസ്, he is happy അല്ലേ? In the first picture the boy is happy. What is the reason? He is very happy to go to school. That is why he is happy അല്ലേ? അവന് സ്കൂളിലേക്ക് പോകാൻ വളരെ സന്തോഷമാണ്, വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് അവൻ ഹാപ്പി ആയിട്ട് അമ്മയോട് ബായ് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഓക്കെ, വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? രണ്ടാമത്തെ കുട്ടിയുടെ കാര്യം നോക്കൂ, എങ്ങനെയാണ് അവൻ? വാട്ട് ഈസ് ദ മദർ ഡൂയിങ്? വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താ അവൻ്റെ അമ്മ ചെയ്യുന്നത്? സെക്കൻഡ് ബോയിൻ്റെ അമ്മ അവനെ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കലാണ് അല്ലേ? ഡോൺ ക്രൈ മോനെ എന്നൊക്കെ പറഞ്ഞ്, കരയല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, നൗ യുവർ ടീച്ചർ വിൽ ടെൽ യു അബൌട്ട് his or her first day at school. Okay, how was your first day at school? Share with your friends. Okay, നിങ്ങളുടെ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയായിരുന്നു? പേടിച്ചുകൊണ്ടാണോ സ്കൂളിൽ പോയത്? ഡിഡ് യു ക്രൈ? എങ്ങനെയാണ്, നിങ്ങൾ കരഞ്ഞുകൊണ്ടാണോ പോയത്? ഹൗ വാസ് യുവർ ഫസ്റ്റ് ഡേ ഇൻ സ്കൂൾ? ജസ്റ്റ് തിങ്ക്. നിങ്ങൾ ഓൺ ദ വേയിൽ നിങ്ങൾ എന്തെങ്കിലും കണ്ടതിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ പേടിയായിരുന്നോ എന്ന് പറയാം. ജസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക കേട്ടോ. ട്രൈ യുവർ സെൽഫ്. ഓക്കെ, ഓക്കെ, നോക്കിയേ, ദ കിസ്സിങ് ഹാൻഡ്. ഓക്കെ, ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റൻറ്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഓക്കെ, എന്താ പറയുന്നത് നോക്കൂ. കിസ്സിങ് ഹാൻഡ് എന്നാണ് പാഠത്തിൻ്റെ പേര്. കിസ്സിങ് എന്ന് പറഞ്ഞാൽ അറിയാം, ഉമ്മ വെക്കുക അല്ലേ? ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ. ഓക്കെ, ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നത്? ഒരു ലിറ്റിൽ റക്കൂൺ ഉണ്ട്. എന്താ റക്കൂൺ എന്ന് പറഞ്ഞാൽ മക്കളെ? നോർത്ത് അമേരിക്കയിലൊക്കെയുള്ള ഒരു ജീവിയാണ് കേട്ടോ. ആ ചിത്രത്തിൽ കണ്ടോ, അത് തന്നെയാണ് റാക്കൂണിൻ്റെ ചിത്രം. ഓക്കെ, നോർത്ത് അമേരിക്കയിലൊക്കെയുള്ള ഒരു ജീവിയാണത്. എന്താണ് ആ റാക്കൂണിൻ്റെ പേരാണ് ചെസ്റ്റർ. ഓക്കെ, ചെസ്റ്റർ എങ്ങനെയാണ്? ഈസ് ഹെസിറ്റൻറ്റ്. എന്താണ് ഹെസിറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ? മടിയനാണ്. ഓക്കെ, മടിയുള്ള എന്നാണ് ഹെസിറ്റൻറ്റിൻ്റെ അർത്ഥം. ഓക്കെ, എന്തിനാണ്? എബൌട്ട് ഗോയിങ് ടു സ്കൂൾ പോകുന്നതിനെ കുറിച്ച് മടിയുള്ള ഒരു ചെസ്റ്റർ എന്ന പേരുള്ള റാക്കൂണിൻ്റെ കഥയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലൊക്കെ നോക്കണേ. ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. എന്താ പറയുന്നത്? ചെസ്റ്റർ എന്നുള്ള റാക്കൂൺ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അറ്റത്തിൽ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയാൻ തുടങ്ങി. ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, ഹി ടോൾഡ് ഹിസ് മദർ. എന്താ പറഞ്ഞത്? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്ന് അമ്മയോട് പറഞ്ഞു. I want to stay home with you. I want to play with my friends. എന്തൊക്കെയാണ് പറയുന്നത്?
എനിക്ക് അമ്മേൻ്റെ കൂടെ തന്നെ ഇവിടെ ഇരിക്കണം. ഐ വാണ്ട് ടു സ്റ്റേ ഹോം. എനിക്ക് വീട്ടിൽ അമ്മയുടെ കൂടെ ഇരിക്കണം. പിന്നെയോ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം. പിന്നെന്താ പറയുന്നത്? ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. എനിക്ക് എൻ്റെ ടോയ്സ് കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ട് കളിക്കണം. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. എനിക്ക് എൻ്റെ പുസ്തകങ്ങൾ അല്ലേ ബുക്സ് വായിക്കണം. ഓക്കെ, പുസ്തകങ്ങൾ വായിക്കണം. ഐ വാണ്ട് ടു സ്വിങ് ഓൺ മൈ സ്വിങ്. എന്താ പറയുന്നത്? എനിക്കെൻ്റെ ഊഞ്ഞാൽ, സ്വിങ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ് കേട്ടോ. എനിക്കെൻ്റെ ഊഞ്ഞാലാടണം. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. അമ്മേ പ്ലീസ് ഞാനിവിടെ അമ്മയുടെ കൂടെ ഇവിടെ നിന്നോട്ടെ എന്നാണ് റക്കൂൺ ചോദിക്കുന്നത്. ഓക്കെ, പിന്നെന്താ ചെയ്യുന്നത്? അമ്മ എന്താ ചെയ്യുന്നത്? മിസ് റക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. എന്താ ചെയ്തത്? അമ്മ ഇങ്ങനെ മോനെ കയ്യിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? നസിൽഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ടോ ടീച്ചർ? അതാണ്. ഓക്കെ, നമ്മളെ മൂക്കും കൊണ്ടൊക്കെ മറ്റൊരാളുടെ ചെവിയിൽ ഒക്കെ ഇങ്ങനെ ഉരക്കില്ലേ? നമ്മൾ നല്ല കേട്ടോ, പട്ടിയും പൂച്ചയൊക്കെ ചെയ്യുന്നതാണ് അല്ലേ? അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ഇതാണ് നസിൽ ചെയ്യുക. ഓക്കെ, അവരുടെ മൂക്ക് കൊണ്ട് അവർ നമ്മുടെ ശരീരത്തിലൊക്കെ വന്നിട്ട് പൂച്ചയൊക്കെ ഇങ്ങനെ ഉരയ്ക്കുന്നില്ലേ? അതിനാണ് നസിൽഡ് എന്ന് പറയുക. ഓക്കെ, അത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവരുടെ രീതിയാണ്. ഓക്കെ, ആ ചിത്രത്തിൽ കാണുന്ന എക്സാക്ട്ലി അതാണ് നസിൽഡ്. ഓക്കെ, അമ്മ അങ്ങനെ ചെയ്തു കുട്ടിയോട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ സംഭവം? എന്താണ്? ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണ്. ഓക്കെ, ചെസ്റ്റർ റക്കൂൺ ആദ്യമായിട്ട് സ്കൂളിൽ പോവുകയാണ്. അപ്പോൾ അവിടെ അവനുണ്ടാകുന്ന മടിയാണത് അല്ലേ? അവൻ്റെ മടിയും അവൻ്റെ പേടിയൊക്കെ അവൻ പറയലാണ്. അതുകൊണ്ട് അവൻ പറയലാണ്, അമ്മേ എനിക്കിവിടെ അമ്മയുടെ കൂടെ വീട്ടിലിരിക്കണം, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ കളിക്കണം, പിന്നെ എന്താ എനിക്ക് എൻ്റെ ടോയ്സ് കൊണ്ട് കളിക്കണം, എനിക്ക് എൻ്റെ ബുക്സ് റീഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കലാണ്. ഓക്കെ, ഇനി അടിയിൽ 2 ക്വസ്റ്റ്യൻ നോക്കൂ. ചെസ്റ്റർ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. വൈ? എന്തുകൊണ്ടാണ് ചെസ്റ്റർ സ്കൂളിൽ പോകണ്ടാത്തത്? ചെസ്റ്റർ ഇതൊക്കെ റീസൺസ് പറയുന്നത്. ഓക്കെ, എനിക്ക് കളിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെയോ ഇഫ് യു വെയർ ഇൻ ചെസ്റ്റേഴ്സ് പ്ലേസ് വാട്ട് വുഡ് യു ഡു? നിങ്ങളായിരുന്നു ചെസ്റ്ററിൻ്റെ സ്ഥലത്തെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? എന്താ ചെയ്യുക? നിങ്ങളെല്ലാവരും പറഞ്ഞു നോക്കി എന്താ ചെയ്യാന്ന് കേട്ടോ. എന്നിട്ട് നോക്കൂ, അങ്ങനെ സ്കൂളിൽ പോകണ്ടെന്ന് മടിച്ചിരിക്കുന്ന മോനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ റക്കൂൺ പറഞ്ഞു കൊടുക്കലാണ് ചെസ്റ്ററിനോട്. ഓക്കെ, എന്താ പറയുന്നത്? സംടൈംസ് വി ഓൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ഓക്കെ, ചിലപ്പം നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഷീ ടോൾഡ് ഹിം ജെൻലി. അമ്മ റക്കൂൺ മോനോട് പതുക്കെ പറഞ്ഞു. ഓക്കെ, ജെൻലി തന്നെ സോഫ്റ്റായിട്ട് മൃദുവായിട്ട് പറഞ്ഞു. ഈവൺ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കെയറി അറ്റ് ഫസ്റ്റ്. ഈവൺ ഇഫ് അങ്ങനെ തോന്നിയാലും, എങ്കിലും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആണെങ്കിലും, എങ്ങനെ സ്ട്രേഞ്ച് വളരെ അപരിചിതമായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് സ്കെയറി പേടിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾക്കത് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ? സ്കൂളിൽ പോകാമെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? നമുക്ക് എത്ര പേടിയുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണത് അല്ലേ? അതാണ് അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മോന് കേട്ടോ. ബട്ട് യു വിൽ ലവ് സ്കൂൾ വൺസ് യു സ്റ്റാർട്ട്. എന്താ പറയുന്നത്? നീ സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമാവും. നീ സ്കൂൾ ലവ് ചെയ്യാൻ തുടങ്ങും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഓക്കെ, നിനക്ക് അവിടെ പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ കളിപ്പാട്ടങ്ങൾ കിട്ടും. ടോയ്സ് എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടങ്ങൾ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ്. നിനക്ക് അവിടെ കുറേ ബുക്സ് വായിക്കാൻ കിട്ടും, അതുപോലെ പുതിയ ഊഞ്ഞാലും അവിടെ നിനക്ക് കിട്ടും എന്നൊക്കെയാണ് അമ്മ മോന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് കേട്ടോ. ബിസൈഡ്സ് കൂടാതെ, ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കൂടാതെ, ഷീ ആഡഡ് ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട്. എനിക്കൊരു സീക്രട്ട് അറിയാം, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, അങ്ങനെ വളരെ അത്ഭുതമുള്ള ഒരു സീക്രട്ട്, ഒരു രഹസ്യം എനിക്കറിയാം. ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ആസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. ഓക്കെ, നിൻ്റെ വീട്ടിൽ എങ്ങനെയാണോ നീ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അതുപോലെ നിനക്ക് സ്കൂളിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ട്, ഒരു രഹസ്യം എനിക്കറിയാം. ഓക്കെ, അങ്ങനെ അമ്മ മോന് പറഞ്ഞു കൊടുക്കലാണ്. ഓക്കെ, ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്ക് ചെസ്റ്ററിന് സങ്കടമൊക്കെ പറയേ, സീക്രട്ടോ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ചെസ്റ്റർ എന്ത് ചെയ്തു? വൈപ്ഡ് എന്ന് പറഞ്ഞാൽ തുടച്ചു കളഞ്ഞു. ഓക്കെ, വൈപ്ഡ് അവേ എന്ന് വെച്ചാൽ കണ്ണുനീരൊക്കെ തുടച്ചു കളഞ്ഞു. വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. നല്ല താല്പര്യമുള്ള പോലെ അമ്മ പറയുന്നത് കേട്ടു. എ സീക്രട്ട്? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? ഒരു രഹസ്യമോ? എന്ത് സീക്രട്ടാമേ? എന്ത് രഹസ്യമാമേ എന്ന് മോൻ ചോദിച്ചു. എ വെരി ഓൾഡ് സീക്രട്ട്. വളരെ പഴയ ഒരു രഹസ്യമാണത്. എ വെരി ഓൾഡ് സീക്രട്ട് സെഡ് മിസ് റക്കൂൺ.
അമ്മ റാക്കൂൺ അങ്ങനെ പറഞ്ഞു. ഓക്കെ, ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. ഞാനിത് എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ അമ്മ അത് എൻ്റെ അമ്മയുടെ അമ്മയിൽ നിന്ന്, അല്ലെ അമ്മമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ഓക്കെ, ഇറ്റ്സ് കോൾഡ് ദ കിസ്സിങ് ഹാൻഡ്. ഈ സീക്രട്ടിൻ്റെ പേരാണ് കിസ്സിങ് ഹാൻഡ്. ഓക്കെ, അമ്മ എന്താ പറഞ്ഞത്? ഇത് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ അമ്മ ഇത് അമ്മയുടെ അമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന് പഠിച്ചതാണ്. ഓക്കെ, എന്നിട്ടോ ദ കിസ്സിങ് ഹാൻഡ് ആസ്റ്റ് ചെസ്റ്റർ. എന്താ ചോദിച്ചത്? ചെസ്റ്റർ അത്ഭുതത്തോട് ചോദിച്ചു, കിസ്സിങ് ഹാൻഡോ? അതെന്താ ഇപ്പോൾ സംഭവം? കിസ്സിങ് ഹാൻഡ് എന്ന് ചെസ്റ്റർ ചോദിച്ചു. വാട്ട് ഈസ് ദാറ്റ്? അതെന്താ അമ്മ അത് എന്ന് ചെസ്റ്റർ ചോദിച്ചു. ഓക്കെ, അപ്പോൾ അമ്മ പറയാണ്, ഐ വിൽ ഷോ യു, ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് അമ്മ പറഞ്ഞു. ഓക്കെ, ഇനി അടിയിലത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ബോക്സിലുള്ളത്. ചെസ്റ്റേഴ്സ് മദർ ടോൾഡ് ഹിം ദ ഓൾ സീക്രട്ട്. വാട്ട് മേ ബി ദ സീക്രട്ട്? എന്തായിരിക്കും ആ സീക്രട്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തായിരിക്കും ആ സീക്രട്ട്? നമുക്ക് നോക്കാം അല്ലേ. എന്നിട്ട് എന്താ നോക്കിയേ? മിസ് റാക്കൂൺ took Chester's left hand and spread his tiny fingers into a fan. ഓക്കെ, അമ്മ റാക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്ററിൻ്റെ കുഞ്ഞി കൈ അല്ലേ, ടൈനി ഫിംഗേഴ്സ്, കുഞ്ഞി വിരലുകൾ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചു, സ്പ്രെഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇൻ ടു എ ഫാൻ, ഒരു നിവർത്തിപ്പിടിച്ചു. അതാണ് ഇവിടെ കണ്ട ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൈകൾ നിവർത്തിപ്പിടിച്ചു, ഉള്ളം കൈ കാണുന്ന രീതിയിൽ നിവർത്തിപ്പിടിച്ചു. ഓക്കെ, ലീനിങ് ഫോർവേഡ് ഷി കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. എന്ത് ചെയ്തു അമ്മ കുറച്ച് കുനിഞ്ഞിട്ട് അവൻ്റെ ചെസ്റ്ററിൻ്റെ ഉള്ളം കൈയിൽ ഉമ്മ കൊടുത്തു. ഓക്കെ, കൈ ഇങ്ങനെ നിവർത്തിപ്പിടിച്ചിട്ട് ഉള്ളം കൈയിൽ അമ്മ ഉമ്മ കൊടുത്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. എന്താ പറയുന്നത്? അമ്മയുടെ ഉമ്മ അമ്മയ്ക്ക് അത് ശരിക്കും അവന് ഫീൽ ചെയ്തു അല്ലേ, അതിൻ്റെ ആ ഒരു സ്നേഹം അവന് ശരിക്കും ഫീൽ ചെയ്തു. up his arm and into his heart. എങ്ങനെയാണ് ആ ഉമ്മ? അത് അവന് എന്താണ് റഷ് ചെയ്തിട്ട് സ്പീഡിൽ വന്നിട്ട് അവൻ്റെ കൈകൾ ഉള്ളം കൈയിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഹാർട്ടിലേക്ക് അല്ലേ, ഹൃദയത്തിലേക്ക്. HEART, ഹാർട്ട് എന്നേ വായിക്കാവുള്ളൂ കേട്ടോ. ഹേർട്ടല്ലേ, ഹാർട്ടാണ്. ഓക്കെ, HEART, ഹാർട്ട്. ഹേർട്ട് എന്ന് പറഞ്ഞാൽ മുറിവ് എന്നാണ് അർത്ഥം കേട്ടോ മക്കളെ. ഇത് ഹാർട്ടാണ്, ഹൃദയം. അവൻ്റെ ഹൃദയത്തിലേക്ക് ആ ഉമ്മ എത്തിയതുപോലെ അവന് ഫീൽ ചെയ്തു. ഓക്കെ, even his silky black mask tingled with a special warmth. എന്താണ്? അവൻ്റെ സിൽക്കി ആയിട്ടുള്ള അല്ലേ ബ്ലാക്ക് മാസ്ക് എന്ന് വെച്ചാൽ എന്താ? അവൻ്റെ ആ സ്കിന്നൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്, മാസ്ക് എന്ന് പറയുന്നത് അല്ലേ. അവൻ്റെ മുഖത്തുള്ള ആ രോമവും വളരെ സിൽക്കിയാണ് അല്ലേ. ആ മൃഗങ്ങളുടെ അറിയില്ലേ നമുക്ക്, പൂച്ചയുടെ രോമം കണ്ടില്ല, വളരെ സിൽക്കി ആയിട്ടുള്ള രോമമാണ്. അവിടെ എന്തായി? ടിങ്കിൾ എന്ന് പറഞ്ഞാൽ ഇക്ലി ആവുക. ഓക്കെ, ആ സ്നേഹത്തിൻ്റെ ചൂട് കൊണ്ട് അവന് ഇക്ലി ആവുന്ന പോലെ തോന്നി. ഓക്കെ, മിസ് റാക്കൂൺ സ്മൈൽഡ്. നൗ ഷീ ടോൾഡ് ചെസ്റ്റർ. എന്താ പറഞ്ഞത്? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? whenever you feel lonely and need a little love from home, just press your hand to your cheek and think, mommy loves you. എന്താ പറഞ്ഞത്? ഇപ്പം ഇപ്പോൾ മോൻ ചിന്തിക്കുക, ഇപ്പോൾ എപ്പോഴെങ്കിലും നിനക്ക് സ്കൂളിലെത്തിയിട്ടാകുമ്പോൾ നിനക്ക് എപ്പോഴെങ്കിലും നീ ഒറ്റയ്ക്കായും തോന്നിയാൽ, whenever you feel lonely, നീ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കായും തോന്നിയാൽ, ലോൺലി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. ഓക്കെ, നീ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കായും തോന്നിയാൽ ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, കുറച്ച് അമ്മയുടെ സ്നേഹം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കയ്യിൽ ഉമ്മ കൊടുത്തിട്ടില്ലേ, ആ കൈ എന്ത് ചെയ്യുക? നിൻ്റെ ചീക്കിനോട്, എവിടെയാത്? മുഖത്തോട് അല്ലേ, ചീക്കിനോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് എന്താ ചിന്തിക്കേണ്ടത്? ആൻഡ് തിങ്ക്. എന്നിട്ട് ചിന്തിക്കുക, മമ്മി ലവ്സ് യു, അമ്മ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഓർമ്മിക്കുക. ഓക്കെ, മമ്മി ലവ്സ് യു എന്ന് പറയലാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. എന്താ പറയുന്നത്? ആ വാമായിട്ടുള്ള ആ ഓർമ്മകൾ നിനക്ക് സന്തോഷം ഉണ്ടാക്കും അല്ലേ, നിനക്ക് ഇളം ചൂട് അല്ലെങ്കിൽ നിനക്ക് സന്തോഷം തരും. ആ ഓർമ്മകൾ നിന്നെ എന്താ പറയുന്നത്? നിനക്ക് സന്തോഷം തരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് വിൽ എ വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ്. ആ ഉമ്മ നിൻ്റെ മുഖത്തേക്ക് വരുന്നത് പോലെയും നിനക്ക് ചൂട് തരുന്നത് പോലെയും, എന്ന് വെച്ചാൽ നിനക്ക് സന്തോഷം തരും, അത്രേ അർത്ഥമുള്ളൂ കേട്ടോ. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ് അറൗണ്ട് ദ കിസ്. എന്ത് ചെയ്തു? ആ കയ്യിൽ ഉമ്മ കൊടുത്തില്ലേ, ആ കൈ ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പിടിക്കാൻ പറഞ്ഞു ചെസ്റ്ററിനോട് കേട്ടോ. റാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പൊതിഞ്ഞ് പിടിക്കുക കേട്ടോ.
ഹൗ ഡിഡ് മിസ് റക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? എങ്ങനെയാണ് മിസ് റക്കൂൺ, അമ്മ റക്കൂൺ ചെസ്റ്ററിൻ്റെ പേടി മാറ്റാൻ വേണ്ടി എന്താ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. എന്താ ചെയ്തത് അമ്മ റക്കൂൺ? എന്താ ചെയ്തത്? അമ്മ റക്കൂൺ മകൻ്റെ ഉള്ളം കയ്യിൽ ഉമ്മ കൊടുത്തു അല്ലേ? ഷീ കിസ്ഡ് ചെസ്റ്റേഴ്സ് മദർ കിസ്ഡ് ഹിസ് പാം. ഓക്കെ, എന്നിട്ട് ഷി ടോൾഡ് ചെസ്റ്റർ ദാറ്റ് വെനെവർ യു നീഡ്, എപ്പോഴെങ്കിലും നിനക്ക് ലോൺലി ആയി ഫീൽ ചെയ്താൽ യു ജസ്റ്റ് തിങ്ക് അമ്മ ലവ്സ് യു, മമ്മ ലവ്സ് യു എന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? ഓക്കെ, അങ്ങനെയാണ് ചെസ്റ്ററിൻ്റെ പേടി അമ്മ റക്കൂൺ മാറ്റിയെടുത്തത്. ഓക്കെ, എന്നിട്ട് എന്താ പറയുന്നത് നോക്കി, കയ്യിൽ ഉമ്മ കൊടുത്തിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചില്ലേ, റാപ്പ് ചെയ്ത് പിടിച്ചു അല്ലേ? എന്നിട്ട് എന്താ പറയുന്നത്? നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷി ടീസ്ഡ് ഹിം. അമ്മ കളിയാക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് തമാശയ്ക്ക് പറയലാണ്, ഇനി അമ്മ തന്ന കയ്യിലെ ഉമ്മ നീ കളയാണ്ട് സൂക്ഷിക്കണേ എന്ന്. അമ്മ തമാശയ്ക്ക് പറയുന്നതാണ് മോനോട് അല്ലേ? ഉള്ളം കയ്യിൽ ഉമ്മ കൊടുത്താൽ അത് കാണാനുണ്ടാവുമോ? ഇല്ല. പക്ഷേ അതിൻ്റെ ആ ഒരു സ്നേഹം മോൻ്റെ മനസ്സിലേക്ക് കെട്ടിയിട്ടുണ്ട്. അത് കളയാണ്ട് സൂക്ഷിക്കണേ എന്ന് അമ്മ തമാശയാക്കിക്കൊണ്ട് മോനോട് പറയലാണ്. ബട്ട് ഡോണ്ട് വറി, when you open your hand to wash after having food, I promise the kiss will stick. എന്താ പറയുന്നത്? നീ പേടിക്കൊന്നും വേണ്ട, നീ ഫുഡ് കഴിച്ചിട്ട് അല്ലേ, ഭക്ഷണം കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ വേണ്ടി കൈ തുറക്കുമ്പോൾ ആ ഉമ്മ എവിടെയും പോകുമെന്നില്ല, അതവിടെ സ്റ്റിക്കായിട്ടുണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞു കൊടുക്കുന്ന മോനെ കേട്ടോ. ചെറിയ മോനെ ആശ്വസിപ്പിക്കലാണ് അമ്മ ഇവിടെ അല്ലേ? ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. അവൻ്റെ കിസ്സിങ് ഹാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അമ്മയുടെ ഉമ്മയുള്ള ആ ഹാൻഡ് അവന് ഭയങ്കര ഇഷ്ടമായി. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വെറെവർ ഹി വെൻറ്റ്. എന്താ പറയുന്നത്? ഈവൻ ടു ദ സ്കൂൾ. അവനിപ്പോൾ മനസ്സിലായി അവൻ്റെ അമ്മയുടെ ആ ഉമ്മ അല്ല, അമ്മ കൊടുത്ത സ്നേഹത്തിൻ്റെ ഉമ്മ അവന് എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ചെസ്റ്ററിന് മനസ്സിലായി. ഈവൻ ടു ദ സ്കൂൾ, സ്കൂളിൽ പോയാലും എവിടെ പോയാലും അത് അവൻ്റെ കൂടെ ഉണ്ട് എന്ന് ചെസ്റ്ററിന് മനസ്സിലായി. That night, Chester stood in front of his school and looked thoughtful. അന്ന് രാത്രിയിൽ അവൻ സ്കൂളിൻ്റെ മുമ്പിലെത്തി. എന്നിട്ടോ അവനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ലുക്ക് തോട്ട്ഫുൾ, അവനിങ്ങനെ ചിന്തിച്ചു. എന്താണ് അങ്ങനെ അമ്മയുടെ ഉമ്മ അവൻ്റെ കൂടെ ഉണ്ടാകുന്നുള്ള കാര്യം അവൻ ചിന്തിച്ചു. ഓക്കെ, സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. അവൻ സ്കൂളിൻ്റെ മുമ്പിലെത്തി. എന്നിട്ടോ അവനിങ്ങനെ ചിന്തിച്ചു. പെട്ടെന്ന് അവൻ അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ട് അമ്മയോട് ചിരിച്ചു. ഗ്രിൻഡ് എന്ന് പറഞ്ഞാൽ ചിരിച്ചു കേട്ടോ. ഗിവ് മി യുവർ ഹാൻഡ് ഹി ടോൾഡ് ഹെർ. അമ്മയുടെ കൈ ഇങ്ങ് കാണിക്കൂ എന്ന് ചെസ്റ്റർ അമ്മയോട് പറഞ്ഞു. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. എന്താ പറയുന്നത്? ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ എന്നുവെച്ചാൽ അവൻ്റെ കയ്യിലേക്ക് അമ്മയുടെ കൈ വെച്ചു. നമ്മുടെ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് അമ്മയുടെ കൈ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. എന്നിട്ടോ ആൻഡ് അൺഫോൾഡഡ്, മടക്കി പിടിച്ച വിരലുകൾ ഇങ്ങനെ നിവർത്തി പിടിച്ചു. ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അമ്മ നേരത്തെ ചെയ്തില്ലേ മോൻ്റെ കൈ ചെയ്തതുപോലെ ഇവിടെ മോൻ അമ്മയുടെ കൈയും ഉള്ളം കൈയിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ നിവർത്തി പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ് ആൻഡ് കിസ്ഡ് ദ സെൻറ്റർ ഓഫ് ഹെർ ഹാൻഡ്. അമ്മ ചെയ്തു തന്നെ തിരിച്ച് മോനും ചെയ്തു അല്ലേ? മോനൊന്ന് കുനിഞ്ഞിട്ട് അമ്മയുടെ ഉള്ളം കയ്യിൽ ഉമ്മ കൊടുത്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു. എന്താ പറഞ്ഞത്? ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. മോൻ തിരിച്ച് അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. അമ്മേ ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവൻ സ്കൂളിലേക്ക് പോവാണല്ലേ. ഐ ലവ് യു ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. നല്ല ഹാപ്പിയായി. അതോടുകൂടി അവൻ ഹാപ്പി ആയിട്ട് ഐ ലവ് യു അമ്മേ, ഞാൻ അമ്മേനെ സ്നേഹിക്കുന്നു, ഐ ലവ് യു അമ്മേ എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റർ ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് സ്കൂളിലേക്ക് പോകലാണ്. ഓക്കെ, ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ചെസ്റ്ററിന് എങ്ങനെയാണ് തോന്നിയത് അമ്മയുടെ കൈക്ക് ഉമ്മ കൊടുക്കുമ്പോൾ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ? യു വിൽ ഫീൽ വെരി ഹാപ്പി അല്ലേ? അമ്മയ്ക്ക് ഉമ്മ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. നമ്മുടെ അമ്മയ്ക്കല്ലേ നമ്മൾ ഉമ്മ കൊടുക്കുന്നത് അല്ലേ? യെസ്. സോ ചെസ്റ്റർ ഓൾസോ ഫെൽറ്റ് വെരി ഹാപ്പി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാമല്ലോ. ഓക്കെ, എന്നിട്ട് നോക്കൂ. മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. എന്താണ്? മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിംബ് ആൻഡ് എൻ്റർ ദ സ്കൂൾ. ഓക്കെ, എന്താ പറയുന്നത് നോക്കിയേ. അമ്മ റാക്കൂൺ എന്ത് ചെയ്തു?
ഒരു മരക്കൊമ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ മറഞ്ഞു നിന്നിട്ട് അല്ലേ, ട്രീ ലിം എന്ന് പറഞ്ഞാൽ മരക്കൊമ്പാണ് കേട്ടോ, മരത്തിൻ്റെ കൊമ്പ്. ഓക്കെ, അവിടെ ഇങ്ങനെ എന്താണ് മറഞ്ഞു നിന്നിട്ടല്ലേ ഇങ്ങനെ നിന്നിട്ട് അമ്മ എന്ത് ചെയ്തു, വാച്ച് ചെയ്യലാണ്. എന്ത്, മോൻ ചെസ്റ്റർ സ്കാമ്പർ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചാടി തുള്ളിപ്പോവില്ലേ, എന്ത് സ്പീഡിൽ, ഇപ്പോൾ എവിടെയെങ്കിലും സ്പീഡിലെത്താൻ വേണ്ടിയിട്ട് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചാടി തുള്ളി പോകുന്നതിനാണ് സ്കാമ്പർ എന്ന് പറയുക കേട്ടോ. അമ്മ മോൻ ഇങ്ങനെ സ്കൂളിലേക്ക് ചാടി തുള്ളി പോകുന്നത്, ഹാപ്പി ആയിട്ട് പോകുന്നത് അമ്മ റാക്കൂൺ നോക്കി നിന്നു. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. എന്താ പറയുന്നത്, ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ് ഷി പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. എന്താ ചെയ്തത്, സ്കൂളിൻ്റെ ആ വർഷത്തെ സ്കൂളിലെ ആദ്യത്തെ മണി മുട്ടിയപ്പോൾ, ഓക്കെ, എന്താ പറയുന്നത്, ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. ആ വർഷത്തെ ആദ്യത്തെ ബെൽ മുട്ടിയപ്പോൾ അമ്മ എന്ത് ചെയ്തു, അവളുടെ ലെഫ്റ്റ് ഹാൻഡ് അല്ലേ, മോൻ ഉമ്മ കൊടുത്ത കൈയില്ലേ, അത് അവളുടെ ചീക്കിലേക്ക്, മുഖത്തേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. എന്നിട്ടോ, ആൻഡ് സ്മൈൽഡ്, എന്നിട്ട് ചിരിച്ചു. The warmth of Chester's kiss filled her heart with special words. അവൻ്റെ ഉമ്മ അല്ലേ, ചെസ്റ്റർ ഉമ്മ കൊടുത്തിരുന്നു. ആ ഉമ്മ അമ്മയ്ക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, ഹാർട്ടിൽ ഫീൽ ചെയ്തു. ഓക്കെ, ഹാർട്ടിൽ ഇങ്ങനെ ഫീൽ ചെയ്തു അവൻ്റെ ഉമ്മ. എന്നിട്ടോ ഒരു സ്പെഷ്യൽ വേർഡ്സ്, എന്തോ ഒരു വേർഡ്സ് കേൾക്കുന്ന പോലെ അമ്മയ്ക്ക് തോന്നി. എന്താണ് കേട്ടത് അമ്മ? ചെസ്റ്റർ ലവ്സ് യു. ഇറ്റ് സാങ് ചെസ്റ്റർ ലവ്സ് യു. ചെസ്റ്റർ അമ്മേനെ സ്നേഹിക്കുന്നു എന്നുള്ള പാട്ട് പോലെ അമ്മയ്ക്ക് ഇങ്ങനെ കേൾക്കുന്നത് പോലെ തോന്നി. മനസ്സിലായില്ലേ? ഓക്കെ, നല്ലൊരു കഥയാണല്ലേ? ഓക്കെ, ഇനി എന്താ അടിയിലത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരൊക്കെയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്? ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ അല്ലേ, ദ റാക്കൂൺ. ഓക്കെ, മിസ് റാക്കൂൺ ആൻഡ് ചെസ്റ്റർ റാക്കൂൺ. ഓക്കെ, വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? വൈ? ഈ സ്റ്റോറിയിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോർഷൻ ഏതാണ്, അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾ പറയണേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഏത് പോർഷനാണ് ഇഷ്ടപ്പെട്ടതെന്നും എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്നും നിങ്ങൾ ആലോചിച്ച് ഉത്തരം കണ്ടെത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അത് അടിയിൽ ഓഥറെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദ ഓഥർ ഈസ് ഓഡ്രെ പെൻ, ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. ഓക്കെ, അതൊരു അമേരിക്കൻ റൈറ്ററാണ്, എഴുത്തുകാരിയാണ്. അവരെന്താണ് ചെയ്തത്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകൾ എഴുതുന്ന ആളാണ് കേട്ടോ. അവർ കിസ്സിങ് ഹാൻഡ് എന്നുള്ള സ്റ്റോറി വളരെ ഫേമസ് ആണ്. അതിൽ തന്നെ റാക്കൂണിൻ്റെ കഥ, ഹ്യൂമൻ ക്വാളിറ്റീസുള്ള, മനുഷ്യൻ്റെ ക്വാളിറ്റീസുള്ള റാക്കൂണിൻ്റെ കഥ വളരെ ഫേമസ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? നല്ല സ്റ്റോറി അല്ലേ? ഓക്കെ, ഇതിൻ്റെ ആക്ടിവിറ്റീസ് ടീച്ചർ വേറൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ അടിയിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും ആ വീഡിയോ കൂടി കാണണം. ഓക്കെ, നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കാണുക. ഇത് വലിയ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആയതുകൊണ്ടാണ്, അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ടീച്ചർ അതിനെ സ്പ്ലിറ്റ് ചെയ്തത് കേട്ടോ.